സാർ ഇങ്ങനെയുള്ള നിഷേധാത്മകമായ പ്രവർത്തനങ്ങൾ ഇന്നലെ രാത്രിയോട് ഞങ്ങൾ നിങ്ങളുടെ മക്കളൊക്കെ പഠിക്കുന്നതല്ലേ? അവർക്ക് കേന്ദ്ര സർക്കാരിന്റെ സമരമാണ്. ഇപ്പോൾ സമരക്കാർ മുകളിലേക്ക് പോകുന്നു. നേരത്തെ ജനസേവാ കേന്ദ്രമായിരുന്നു. 2 ജീവനക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്കമാലി മുനിസിപ്പാലിറ്റിക്ക് മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വിവിധയിടങ്ങളിൽ വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പണിമുടക്ക് ദിവസം ഇത്തരത്തിൽ പ്രവർത്തനം അനുവദിക്കില്ല എന്ന കാര്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഇത് മുനിസിപ്പാലിറ്റിക്ക് അകത്ത് റവന്യൂ സെക്ഷനാണ്. റവന്യൂ സെക്ഷനിൽ ചില ജീവനക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമരക്കാർ. AITUC-യുടെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത്. സ്ത്രീ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ അവിടെ നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതിഷേധം അങ്കമാലി മുനിസിപ്പാലിറ്റി ഓഫീസിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ജോലിക്കെത്തിയ ആളുകളെ ഇറക്കുകയാണ്. വഞ്ചകരെ, ഒറ്റുകൊടുത്തവരെ തുടങ്ങിയ മുദ്രാവാക്യം വിളികളുമായിട്ടാണ് തങ്ങളിൽ നിക്ഷിപ്തമായ ജോലി ചെയ്യാൻ വന്ന തൊഴിലാളികൾ ബാഗ് എടുത്ത് ഇറങ്ങുന്നു. വേറെ നിർവാഹം എന്താണ്? ഇതിനോട് പോരടിക്കാനൊന്നും ഒരു സാധാരണ സർക്കാർ ജീവനക്കാർക്ക് പറ്റില്ല. കാരണം അത്രയും സംഘടിതമായിട്ടാണ് തൊഴിലാളി യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ജീവനക്കാരാണ്. അപ്പോൾ സമരക്കാർ പ്രതിഷേധിച്ചുകൊണ്ട് രാവിലെ ജോലിക്കെത്തിയതാണ് അല്ലേ? എത്ര ജീവനക്കാരുണ്ടായിരുന്നു? രാവിലെ എത്തിയതാണ് ജോലിക്കല്ലേ? പ്രതിഷേധിച്ചുകൊണ്ട് പോവാണ്. ഇവിടുത്തെ ജീവനക്കാരിയല്ലേ? പ്രതിഷേധത്തിന്റെ ഭാഗമായിക്കൊണ്ട് മടങ്ങാണ്. ജീവനക്കാർ പലരും ആണ്. വളരെ കുറച്ച് സ്ട്രെങ്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരായിരുന്നു. ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരുന്ന പശ്ചാത്തലത്തിൽ ഈ ബാക്കി ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ പ്രതിഷേധം ഈ മേഖലകളിലൊക്കെ തന്നെയുണ്ട്. വിവിധ സംഘടനകൾ നേതൃത്വമുണ്ട്. INTUC ഉണ്ട്, AITUC ഉണ്ട്, CIT ഉണ്ട്. അങ്ങനെ വിവിധ സംഘടനകൾ നേതൃത്വമുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും സമരക്കാർ മറ്റിടങ്ങളിലേക്ക് കൂടി പോവുകയാണ്. നേരത്തെ നമ്മൾ കണ്ടിരുന്നു ചരക്ക് വാഹനങ്ങളടക്കം തടഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു. കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അടക്കം പോകേണ്ട വാഹനങ്ങളായിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് അവർ തടഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ ഇതാ മുകളിലേക്ക് നിലയിലേക്ക് വിവിധ വിഭാഗങ്ങളുണ്ട്. മുകളിലേക്ക് വിഭാഗങ്ങളിലേക്കും പോവുകയാണ്. അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ വിവിധ മേഖലകളിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ കാക്കനാട് കളക്ടറേറ്റിലും അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ കണ്ടിരുന്നു. ഇത് എഞ്ചിനീയറിംഗ് സെക്ഷനാണ്. LSGDയിലെ എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്കാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ എത്തിയിരിക്കുന്നത്. ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രതിഷേധക്കാർ മടങ്ങുകയാണ്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് സമരക്കാർ. എന്തായാലും നേരത്തെ തൃശ്ശൂർ മേയർ ഉൾപ്പെടെ വന്നിരുന്നു. MK വർഗീസ് വന്നിരുന്നു. MK വർഗീസിന്റെ വാഹനവും തടഞ്ഞിരുന്നു. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് അത് വഴിതിരിച്ചു വിട്ടത്. കാക്കനാട് കളക്ടറേറ്റിലും ജീവനക്കാരെ തടയുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചരക്ക് വാഹനങ്ങൾ അങ്കമാലിയിൽ തടയുന്ന ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്തായാലും വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ സമരക്കാർ കയറി നോക്കുകയാണ്. ഇന്ന് പ്രവർത്തനം അനുവദിക്കാൻ കഴിയില്ല. കാരണം ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകണം എന്നതാണ് സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അങ്കമാലിയിൽ രാവിലെ മുതൽ തന്നെ വാഹനങ്ങൾ, പ്രത്യേകിച്ചും സ്വകാര്യ വാഹനങ്ങളടക്കം തടയുന്ന നിലയൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ AITUC-യുടെ ഭാഗത്തു നിന്നാണ് സമരപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, രാഗിനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അങ്കമാലിയിലെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവിടെ ജോലിക്കെത്തിയവരെ പിടിച്ചിറക്കുന്നതാണ്. മാധു, ഈ പോലീസുകാരുടെ അവസ്ഥയാണ്. പോലീസ് നിയമം പാലിക്കണമെങ്കിൽ സത്യത്തിൽ സമരക്കാരെ പോലീസ് പുറത്താക്കണം. കാരണം സർക്കാർ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ജോലിക്കെത്താത്തവരുടെ ശമ്പളം മുടങ്ങും. അപ്പൊ അതായത് സർക്കാർ പറയുന്നത് നിങ്ങൾ ജോലിക്ക് വരണം, ജോലിക്ക് നിങ്ങൾ ജീവനക്കാരെ പോലീസ് സംരക്ഷിക്കും എന്നുള്ളതാണ് സർക്കാരിന്റെ ഉറപ്പ്. പക്ഷേ പോലീസ് സംരക്ഷിക്കുന്ന ആരെയാണ്? സമരക്കാരെയാണ് സംരക്ഷിക്കുന്നത്. നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക്